ഹൃദയപൂർവം ഭാഗം 140. ഹായ്, ഞാനാണ് കാർത്തിക. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, എനിക്ക് ചെറിയൊരു അപകടം പറ്റി. വാഷ്റൂമിലൊന്ന് വീണു. അതിൻ്റെ ചെറിയ റെസ്റ്റിലാണ്. ബെഡിൽ കിടന്നുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് സ്റ്റോറിക്ക് വോയിസ് കൊടുക്കുന്നതും എഴുതുന്നതും എല്ലാം ചെയ്യുന്നത്. ഞാനിപ്പോൾ വന്നത് ഒരു കാര്യം പറയാനാണേ. നമ്മുടെ ഹൃദയപൂർവം എന്ന ഈ സ്റ്റോറി ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ്. ഹൃദയപൂർവം മാത്രമല്ല, ദേവപഞ്ചമി എന്ന സ്റ്റോറിയും നമ്മുടെ ദൃശ്യം 2024 എന്ന ബ്ലോഗിലെ സൂര്യചന്ദ്ര എന്ന സ്റ്റോറിയും നീയൻ ജീവനിൽ എന്ന സ്റ്റോറിയും 4 സ്റ്റോറികളും ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. അപ്പോൾ 4 പുതിയ സ്റ്റോറികളുമായിട്ട് ഒരുമിച്ചായിരിക്കും ചിലപ്പോൾ ഞാൻ ഇനി വരാൻ പോകുന്നത്. അപ്പോഴേക്കും എൻ്റെ മോളുടെ +2 എക്സാമും കഴിയും. ഞാൻ കുറച്ചുകൂടി ഫ്രീ ആകും. അപ്പോൾ എല്ലാവരും ഇത്രയും നാളും എൻ്റെ കൂടെ നിന്നതുപോലെ ഇനിയും എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പോകാം സ്റ്റോറിയിലേക്ക്. ഹൃദയപൂർവം. ഇനി ഒരു കാര്യം, ഹരിക്ക് നമ്മൾ സംശയിക്കുന്നു എന്ന് തോന്നരുത്. അതെ, സന്ദീപ് സമ്മതിച്ചു. അവൻ ആത്മവിശ്വാസത്തോടെ ഇരിക്കട്ടെ. അപ്പോഴാണ് പിഴവ് വരിക. നാളെ മുതൽ ഒരു പുതിയ ദിനം. പക്ഷെ നമുക്ക് സാധാരണ പോലെ തന്നെ പെരുമാറണം. സച്ചി ചിരിച്ചു. സിനിമ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ശാന്തതയാണിത്, ഉദയൻ കൂട്ടിച്ചേർത്തു. ക്ലൈമാക്സ് വരെ നമുക്ക് പിടിച്ചു നിൽക്കണം. ആ രാത്രി അവർ ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് മടങ്ങി പോകുമ്പോൾ ഒരു കാര്യത്തിൽ മാത്രം അവർക്ക് ഉറപ്പുണ്ടായിരുന്നു: ഹരി ഒറ്റയ്ക്ക് കളിക്കില്ല. ഇവിടെയും ഒരു ടീമുണ്ടാകും അവന് കൂട്ടായിട്ട്. അതേസമയം ദേവർ മഠത്തിൽ ഹരി തന്റെ മുറിയിൽ ഫോണിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇരുന്നു. ഇന്ന് അവളെ കണ്ടില്ല. ഇനിയും സമയം ധാരാളം ഉണ്ടല്ലോ, അവൻ സ്വയം പറഞ്ഞുകൊണ്ട് ജനാലിലൂടെ പുറത്തേക്ക് നോക്കി. എന്തോ ആലോചിച്ചതുപോലെ അവന്റെ അധരങ്ങളിൽ വീണ്ടും ആ പുച്ഛ ചിരി വിരിഞ്ഞു. ലക്ഷ്മി അന്ന് വീട്ടിൽ നിശബ്ദതയിലായിരുന്നു. പുറത്തേക്ക് നോക്കുമ്പോഴെല്ലാം പതിവ് പോലെ തന്നെയായിരുന്നു. പതിവ് പോലെ രാവിലെ സീതാമ്മയും മാധവിന്റെ അച്ഛനും കിച്ചണിൽ കയറുന്നു. ലക്ഷ്മിയും ദേവികയും ചെന്ന് സഹായിക്കാൻ പോകുന്നു. അങ്ങനെയെല്ലാം പതിവ് പോലെ തന്നെ നടന്നു. സ്ത്രീകൾ ആർക്കും വലിയ രീതിയിലുള്ള പ്രഷർ കൊടുക്കാതെ എല്ലാവരും ശ്രദ്ധിച്ചു. അവരെ ഒരുപാട് ഇതിലേക്ക് ഇൻവോൾവ് ആക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ദേവർ മഠത്തിൽ എല്ലാം പതിവ് പോലെ തന്നെയായിരുന്നു. ആ ശാന്തതയ്ക്കിടയിൽ ഒരു നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത് അവരാരും അറിഞ്ഞില്ല. തന്റെ ഈ വരവിന്റെ ഉദ്ദേശം ആർക്കും അറിയില്ല എന്ന് അവൻ വിശ്വസിച്ചു. സന്ദീപും സച്ചിദേവിനും ഇതിനെപ്പറ്റി അറിയില്ല എന്നതുകൊണ്ട് തന്നെ അവൻ അവരോട് സംസാരിക്കാനും അടുത്ത് ഇടപഴകാനും എല്ലാം ചെന്നു. മാധവിനും ഉദയനും ശരത്തിനും ഒന്നും അറിയില്ലാത്തത് കൊണ്ട് താൻ ലക്ഷ്മിയോട് സംസാരിച്ചാലും അവർ അത് ഈശ്വരന്റെ കാര്യമാണ് എന്ന് കരുതിക്കൊള്ളും. ഇനി താൻ ദേവികയെ പ്രണയിച്ച് അഭിനയമായിരുന്നു എന്നും അങ്ങനെ അഭിനയിക്കാൻ പറഞ്ഞത് ഈശ്വർ പറഞ്ഞിട്ടാണ് എന്നും അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാം എന്നുള്ള ആത്മവിശ്വാസവും അവനുണ്ടായിരുന്നു. അടുത്ത ദിവസം മുതൽ ഹരി ഒരു വേട്ടക്കാരനെ പോലെ കാത്തു നിന്നു. ലക്ഷ്മിയെ ഒറ്റയ്ക്ക് കാണാൻ ഒരവസരം, ഒരു 5 മിനിറ്റ് മതി അവളുടെ മനസ്സിൽ സംശയം വിതയ്ക്കാൻ. സിത്താര വഴി അവൻ അറിഞ്ഞു ലക്ഷ്മി രാവിലെ 8:30 സ്കൂളിലേക്ക് പോകും. ചില ദിവസങ്ങളിൽ ദേവികയും അവിടെയുള്ള മറ്റൊരു ടീച്ചറും സിത്താരയുടെ കൂട്ടുകാരികളും കൂടെയുണ്ടാകും എന്ന് അവൻ അറിഞ്ഞു വെച്ചു. ചിലപ്പോൾ ദേവികയുടെ ഭർത്താവ് ശരത്തായിരിക്കും അവരെ കൊണ്ടുപോയി ആക്കുന്നത് എന്നും സിത്താരയുടെയും മിത്രയുടെയും കൂട്ടുകാരിയായ മാധവിന്റെ വീട്ടിൽ നിന്നും തിരിച്ച് ദേവർമഠത്തിലേക്ക് വരുമ്പോൾ കണ്ടതും വിശേഷങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞത് അവൻ ഓർത്തു. അവസരം കിട്ടും, അവൻ മനസ്സിൽ പറഞ്ഞു. രാവിലെ ഫ്രഷായി ഹരി താഴേക്ക് വന്നു. സിത്താര സ്കൂളിലേക്ക് പോകുമ്പോൾ അവളുടെ കൂടെ പോകാമെന്ന് അവൻ മനസ്സിൽ പ്ലാൻ ചെയ്തു. താൻ കൊണ്ടുപോയി ആക്കാം എന്ന് അവളോട് അവൻ പറഞ്ഞു. വേണ്ട, ഞാൻ കൂട്ടുകാരുടെ ഒപ്പമാണ് പോകുന്നത് എന്ന് അവളും പറഞ്ഞു. അതിനെന്താ, ബസ് സ്റ്റോപ്പ് വരെ ഞാനും വരാം. അപ്പോൾ എനിക്ക് ഇവിടെ നടക്കുകയും ചെയ്യാം, ഇവിടെയുള്ള സ്ഥലങ്ങളെല്ലാം കാണുകയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. ഇതെല്ലാം കണ്ട് സന്ദീപും സച്ചിയും ഉണ്ടായിരുന്നു. സന്ദീപ് അപ്പോൾ തന്നെ വിളിച്ച് മാധവിനോട് പറഞ്ഞു. അതിനാൽ അന്ന് ശരത്താണ് കാർ എടുത്തത്. ലക്ഷ്മിയെയും ദേവികയെയും സാന്ദ്രയെയും മിത്രയെയും കൂടി അവൻ തന്നെയാണ് കൊണ്ടുപോയത്. അവരുടെ വീടിന്റെ മുന്നിൽ എത്തിയപ്പോഴാണ് സിത്താര അവർ പോയി എന്ന് അറിഞ്ഞത്. അത് അവൾക്ക് വല്ലാത്ത ദേഷ്യമുണ്ടാക്കിയെങ്കിലും ഞാൻ പോയി കാർ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ആ സമയം തിരിച്ച് ദേവർമഠത്തിലേക്ക് വന്നു ഹരി. കാർ എടുത്തുകൊണ്ട് അവനാണ് അന്ന് സിത്താരയെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കിയത്. ആ സ്കൂളിലാണ് ലക്ഷ്മി പഠിപ്പിക്കുന്നത് എന്ന് അറിയാവുന്നത് കൊണ്ട് അവൻ സ്കൂളിൽ പരിസരവും എല്ലാം
ഒന്ന് നോക്കി വെച്ചു. അവൻ എവിടെയെല്ലാം ലക്ഷ്മിയെ ഒന്ന് നോക്കാനും മറന്നില്ല. ഇന്നലെ താനും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും ഇനി എന്തുകൊണ്ടാണ് തന്നെ കൂട്ടാതെ പോയത്? തന്നോട് അവർ പിണക്കത്തിലാണോ എന്നെല്ലാമായിരുന്നു സിത്താരയുടെ ചിന്തകൾ. സിത്താര അത് ഹരിയോട് പറയുകയും ചെയ്തു. കേട്ടപ്പോ എന്തോ ഹരിക്ക് ചെറിയൊരു സംശയം തോന്നി. ഇനി തന്റെ വരവിന്റെ ഉദ്ദേശം അവർക്ക് മനസ്സിലായോ? ഇനി താൻ ദേവികയെ കാണാതിരിക്കാൻ അവരെല്ലാവരും മനഃപൂർവ്വം ഇങ്ങനൊരു കാര്യം ചെയ്തതാണോ? ഇല്ല, അതിന് സാധ്യതയില്ല. അവർക്കങ്ങനെ സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ എങ്ങനെയായിരിക്കില്ല പ്രതികരിക്കുന്നത് എന്ന് ഹരി ഓർത്തു. ഇത് വെറും യാദൃശ്ചികം. പക്ഷെ വൈകുന്നേരം ശരത്ത് തന്നെയാണ് അവരെ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവന്നത്. അന്ന് ബസ് ഇറങ്ങി സിത്താരയും ദിവ്യയും ഒരുമിച്ചാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീടുള്ള 3 ദിവസവും അതേ സംഭവം തന്നെ ആവർത്തിച്ചു. ഒരിക്കൽ ഉദയൻ, ഒരിക്കൽ ശരത്ത്, അങ്ങനെ ആരെങ്കിലും ആയിരിക്കും അവരെ സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കുന്നതും തിരിച്ചു കൊണ്ടുപോകുന്നതും. ഫസ്റ്റ് ടൈം എക്സാം നടക്കുന്ന സമയമാണ്. ലക്ഷ്മിയെ വന്നതിന് ശേഷം ഹരിക്കൊന്ന് കാണാൻ പോലും കിട്ടിയിട്ടില്ല. അവർ തന്റെ വരവിന്റെ ഉദ്ദേശം മനസ്സിലാക്കി തന്നെ ഒഴിവാക്കുകയാണ് എന്ന് അവന് തോന്നി. അതവന് സഹിച്ചില്ല. ലക്ഷ്മി, നിന്നെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, അതിനൊരു സാഹചര്യം ഞാൻ സൃഷ്ടിക്കാം, അവൻ ഗൂഢമായ ഒരു ചിരിയോടെ പറഞ്ഞു. അവനൊരു രാത്രി തന്റെ മുറിയിൽ ഇരുന്നു ഒരു പ്ലാൻ തയ്യാറാക്കി. ലക്ഷ്മിയുടെ സ്കൂളിൽ അടുത്ത ആഴ്ച ഓണം സെലിബ്രേഷൻ നടക്കാൻ പോവുകയാണ് എന്ന് അവൻ സിത്താര പറഞ്ഞ് അറിഞ്ഞിരുന്നു. അന്ന് സ്കൂളിലെ കുട്ടികളെല്ലാം കളർ ഡ്രസ്സും അധ്യാപകരെല്ലാം സെറ്റ് സാരിയിലും സെറ്റ് മുണ്ടിലും ഒരുങ്ങി മനോഹരമായിട്ടാണ് സ്കൂളിൽ എത്തിയത്. അധ്യാപകരെല്ലാം തിരക്കിലാണ്. വേദിയില് മാവേലി ഒരുങ്ങുന്നു. കുട്ടികളുടെ കലാപരിപാടികൾ മുതൽ ഓണാഘോഷ പരിപാടികൾ വരെയുണ്ട്. അതിന്റെ ചെണ്ടമേളത്തിന്റെ പ്രാക്ടീസ് എല്ലാം നടക്കുന്നുണ്ട്. ലക്ഷ്മി ആ ദിവസം പച്ചക്കരയുള്ള കസവ് സാരിയിൽ അതീവ സുന്ദരിയായിരുന്നു. മുടിയിൽ നിറയെ മുല്ലപ്പൂക്കളും കയ്യിൽ ഫയലുകളും കുട്ടികൾ പങ്കെടുക്കുന്ന ലിസ്റ്റുമായിട്ട് അവൾ ദേവികയുടെ അടുത്തേക്ക് ചെന്നു. ഇരുവരും ചേർന്ന് കുട്ടികളുടെ പരിപാടികളെല്ലാം ക്രമീകരിച്ചു. പരിപാടിയുടെ ഇടയ്ക്ക് അവൾ തിരക്കിലാകും. അവൾക്ക് ഒറ്റയ്ക്കാകാനുള്ള സാഹചര്യങ്ങളും വരും എന്ന് ഹരി കണക്കുകൂട്ടി. അവൻ സ്കൂളിലേക്ക് നേരിട്ട് കടന്നില്ല. അവിടെ കുട്ടികൾക്ക് ഓണസദ്യ സ്പോൺസർ ചെയ്യാൻ ഒരാൾ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഹരിയുടെ പ്ലാനിംഗ് ആയിരുന്നു. പരിപാടിയിൽ പങ്കെടുത്ത് വിജയിക്കുന്ന കുട്ടികൾക്ക് സമ്മാനവും സ്പോൺസർ ചെയ്തുകൊണ്ട് മറ്റൊരു ടീമും എത്തിയിരുന്നു. ഓണസദ്യ ഉണ്ടാക്കാൻ മറ്റും അവിടെ പഠിക്കുന്ന കുട്ടികളുടെ പാരന്റ്സും എല്ലാമാണ് ഉണ്ടായിരുന്നത്. തന്നെ ആൾക്കൂട്ടത്തിനുള്ളിൽ ഒരാളായി ശ്രദ്ധിക്കപ്പെടാതെ നിൽക്കാൻ എളുപ്പമാണ്. അവൻ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു അവസരത്തിനായി തിരഞ്ഞെടുത്തത്. വേദിയുടെ പിന്നിലെ ഇടവഴിയിൽ ലക്ഷ്മി ഒറ്റയ്ക്ക് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഹരി മുന്നോട്ട് നീങ്ങി. ഹാപ്പി ഓണം ലക്ഷ്മി. അവൾ തിരിഞ്ഞു നോക്കി. മുഖത്ത് ആദ്യം അതിശയം, പിന്നെ അസ്വസ്ഥത. നീ ഇവിടെ? അവൻ ചെറുതായി ചിരിച്ചു. സ്പോൺസർ സൈഡിൽ നിന്നും വന്നതാണ്, അവൻ വളരെ സൗമ്യമായി പറഞ്ഞു. ലക്ഷ്മി, നീ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടതിൽ സന്തോഷം. അവന്റെ ശബ്ദം അപ്പോഴും സൗമ്യമായിരുന്നു. പക്ഷേ കണ്ണുകൾ വേറെയൊന്നാണ് പറഞ്ഞത്. ലക്ഷ്മി, കുട്ടികളെ തിരുവാതിര സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ദേവിക ലക്ഷ്മിയുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ നിൽക്കുന്ന ഹരിയെ അവൾ കാണുന്നത്. ഹരിയെ കണ്ട നിമിഷം അവളുടെ മുഖത്ത് ഒരു ദേഷ്യം നിറഞ്ഞതും അവൾ അത് മറച്ചു വെച്ചുകൊണ്ട് അവന്റെ മുഖത്ത് യാതൊരു വികാരവും ഇല്ലാതെ ഗൗരവത്തിൽ അവനെ നോക്കി. ഹരിക്ക് ഒരു നിമിഷം ശ്വാസം മുട്ടി. ദേവിക, ഒരിക്കൽ തന്റെ വാക്കുകൾ വിശ്വസിച്ച പെൺകുട്ടി ഇന്ന് അവന്റെ മുന്നിൽ കല്ല് പോലെ ഉറച്ചു നിൽക്കുന്നു. അവൻ തന്റെ മുഖഭാവം നിയന്ത്രിച്ചു. ദേവിക, നിനക്കിപ്പോഴും എന്നോട് ദേഷ്യം ഉണ്ടാകും. പക്ഷേ ഇതിൽ ഞാൻ നിരപരാധിയാണ്. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഈശ്വർ എന്നെ ഭീഷണിപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അത് മാത്രമല്ല, അവൻ ദേവികയെ ഉപദ്രവിക്കുന്നത് കണ്ട് ഞാൻ അവിടെ നിന്നും ഓടിപ്പോയത് ആരെയെങ്കിലും ഇത് അറിയിക്കാൻ വേണ്ടിയായിരുന്നു. അവൻ ഒരിക്കലും ദേവികയെ അവിടെ വെച്ച് ഉപദ്രവിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനും ഒന്ന് ഷോക്കിലായി പോയി. പിന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ച് ഞാൻ ഓടിപ്പോകാൻ പോയപ്പോഴാണ് ലക്ഷ്മി എന്നെ എറിഞ്ഞു വീഴ്ത്തിയത്. ഞാനല്ലാതെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവൻ വാക്കുകളിൽ ദുഃഖം നിറച്ച് സങ്കടഭാവത്തോടെ പറഞ്ഞു. ദേവിക കണ്ണുകൾ ഉയർത്തി നോക്കി. ഓണത്തിന് പോലും നാടകമോ? അവളുടെ വാക്കുകളിൽ പരിഹാസം ഉണ്ടായിരുന്നു. അത് കേട്ട് ഹരി തുടർന്നു. എന്റെ ജോലി, എന്റെ ജീവിതം എല്ലാം അവന്റെ കയ്യിലായിരുന്നു. നിങ്ങളെ ഉപദ്രവിക്കാനല്ല ഞാൻ ശ്രമിച്ചത്. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അവരുടെ സംസാരം മറ്റാരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് ലക്ഷ്മി
അല്പം ആശങ്കയോടെ ചുറ്റും നോക്കി. എല്ലാവരും ഓണാഘോഷത്തിന്റെ സന്തോഷത്തിലും തിമർപ്പിലും ആയിരുന്നു. ഞാൻ തെറ്റ് ചെയ്തു, പക്ഷെ ഞാൻ ശത്രുവല്ല. നിങ്ങൾ എന്നെ വിശ്വസിക്ക്, അവൻ മൃദുവായി പറഞ്ഞു. ഇനിയും ഈശ്വരന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നം വന്നാ ഞാൻ നിങ്ങളെ സഹായിക്കാം, ഹരി പറഞ്ഞു. അത് കേട്ട് ദേവിക ഒരു പടി മുന്നോട്ട് വന്നു. ഞങ്ങളെ സഹായിക്കാൻ നീ ആരാണ്? ഞങ്ങളെ സഹായിക്കാനായിട്ട് ഇപ്പോ ആളുകളുണ്ട്, ഞങ്ങളുടെ ഭർത്താക്കന്മാരുണ്ട്. അതിന് നിന്റെ ആവശ്യമില്ല. അവളുടെ കണ്ണുകളിൽ ഭയമില്ല, ഒരിക്കൽ വേദനിച്ച പെൺകുട്ടിയുടെ അവശേഷിപ്പുമില്ല. ഇപ്പോൾ അവൾ ശരത്തിന്റെ ഭാര്യയാണ്. തന്റെ അഹങ്കാരമാണ്, തന്റെ ശക്തിയാണ് തന്റെ ഭർത്താവെന്ന് അവൾക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് ആ അഹങ്കാരം ഉണ്ടായിരുന്നു. മുഖത്തെ ആ അഹങ്കാരം എല്ലാം ഹരി കണ്ടു. അവൻ ഒരു നിമിഷം പഴയ ഓർമ്മയിൽ കുടുങ്ങി. പക്ഷെ ഉടൻ തന്നെ മനസ്സ് തിരിച്ചു പിടിച്ചു. തന്റെ ലക്ഷ്യം ഈ നിൽക്കുന്ന ദേവികയല്ല, ലക്ഷ്മിയാണെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോഴാണ് ശരത്ത് അങ്ങോട്ട് എത്തിയത്. ശരത്തേട്ടൻ എന്താ ഇവിടെ? പെട്ടെന്ന് അവനെ കണ്ടതും ദേവിക ചോദിച്ചു. ലക്ഷ്മിയും ശരത്തിന്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോ ശോഭനാമ്മയെ കണ്ടു. അപ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞു. നിങ്ങളെ വിളിക്കാൻ ആളെ വിടാൻ പോയപ്പോഴാണ് ഞാനാണ് പറഞ്ഞത് ഞാൻ വിളിക്കാമെന്ന്, ശരത്ത് പറഞ്ഞു. അവൻ ഹരിയെ ഒരു നിമിഷം നോക്കി. അവന്റെ ആ നോട്ടത്തിൽ എന്തോ ഒരു പന്തികേട് ഹരിക്ക് തോന്നി. ആ നോട്ടത്തിൽ ഒരു മുന്നറിയിപ്പുണ്ടെന്ന് ഹരിക്ക് മനസ്സിലായി. വാ എന്ന് പറഞ്ഞ ശരത്ത് ലക്ഷ്മിയെയും ദേവികയെയും അവിടെ നിന്ന് കൊണ്ടുപോയി. വേദിയിൽ മാവേലി എത്തിയപ്പോൾ ചെണ്ടമേളം മുഴങ്ങി, തിരുവാതിര നൃത്തം തുടങ്ങി. ഹരി ആൾക്കൂട്ടത്തിനിടയിൽ നിന്നു. മുഖത്ത് ചിരിയായിരുന്നെങ്കിൽ അവന്റെ മനസ്സിൽ കത്തുന്ന ദേഷ്യമായിരുന്നു. ഇനിയും അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നിയതും ഇനി ഞാൻ വേറെ വഴി നോക്കും, അവൻ മനസ്സിൽ ഉറപ്പിച്ചു. കാരണം അവൻ തിരിച്ചറിഞ്ഞു, ഓണാഘോഷ പരിപാടികൾക്കിടയ്ക്ക് ശബ്ദത്തിനിടയിൽ പോലും അവനെ നിരീക്ഷിക്കുന്ന കണ്ണുകൾ ഉണ്ടായിരുന്നു. അവരുടെ ഓണത്തിന്റെ ആഘോഷം അവൻ തകർക്കാൻ ശ്രമിച്ചെങ്കിലും അത് അവന്റെ സന്തോഷത്തെ തകർക്കുന്നതായിരുന്നു. ഓണാഘോഷ പരിപാടികളും ഓണസദ്യയും അങ്ങനെ എല്ലാം കഴിഞ്ഞു. കുട്ടികളും തിരിച്ചുപോയി. എല്ലാവരും പോയതും ലക്ഷ്മി സ്റ്റാഫ് റൂമിൽ കസേരയിൽ ഒന്നിരുന്നു. ദിവസം മുഴുവനും തിരക്കിന്റെ ക്ഷീണം, പക്ഷെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നം. അവൻ ഇവിടെ വരേണ്ട കാര്യമുണ്ടായിരുന്നോ? അവൻ എന്തിനാണ് വന്നത്? വെറുതെ എന്തായാലും അവൻ ഇവിടെ വരില്ല, ലക്ഷ്മി പറഞ്ഞു. ദേവിക ഒരു കുപ്പി വെള്ളവുമായി വന്ന് അവൾ അടുത്തുള്ള കസേരയിൽ ഇരുന്നു. അവൻ അവസരമുണ്ടാക്കാൻ വരുന്നു, അവൻ മാറിയിട്ടില്ല, ദേവിക ദേഷ്യത്തിൽ പറഞ്ഞു. ലക്ഷ്മി ഒന്നും പറഞ്ഞില്ല, പക്ഷെ അവൾക്കുള്ളിൽ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. സ്കൂൾ പാർക്കിംഗ് ഏരിയയിൽ ഹരി ഒറ്റയ്ക്ക് നിന്നു. ഇന്നത്തെ നീക്കം പൂർണ്ണ വിജയമായില്ല, പക്ഷേ പരാജയവുമായില്ല. അവൻ ശ്രദ്ധിച്ചിരുന്നു. ലക്ഷ്മിയുടെ കണ്ണുകളിൽ ഒരു നിമിഷം സംശയം തെളിഞ്ഞു. ഈശ്വർ എന്ന പേരിൽ അവൻ വിതച്ച സംശയം അത് വളരും, അവൻ മനസ്സിൽ പറഞ്ഞു. ഇനി നേരിട്ട് സമീപിക്കുന്നത് നല്ലതല്ല, അവൾക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട്. അവൻ മനസ്സിൽ ഓർത്തുകൊണ്ട് അവിടെ നിന്നും വണ്ടി എടുത്തുകൊണ്ടുപോയി. ആ രാത്രി മാധവിന്റെ വീട്ടിൽ എല്ലാം പതിവ് പോലെ തന്നെയായിരുന്നു. സീതാമ്മ അടുക്കളയിൽ ഉണ്ടായിരുന്നു. ലക്ഷ്മിയും ദേവികയും സീതാമ്മയെ സഹായിക്കുന്നു. ശരത്തും മാധവും ഇന്ന് സ്കൂളിൽ വെച്ച് എടുത്ത ഫോട്ടോകൾ എല്ലാം നോക്കുകയായിരുന്നു. ഓരോ ഫോട്ടോസും അവർ നിരീക്ഷിച്ചു. ഇന്ന് സ്കൂളിൽ ആരൊക്കെയായിരുന്നു വന്നത് എന്നെല്ലാം. അപ്പോഴാണ് അങ്ങോട്ട് ലക്ഷ്മി വന്നത്. അത് കേട്ട് ലക്ഷ്മി ഒന്ന് നിശബ്ദമായി നിന്നു. ഹരി, അവൻ എന്തു പറഞ്ഞു? ഉദയൻ ലക്ഷ്മിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. പഴയ കഥ തന്നെ. അതിന് അങ്ങോട്ട് വന്ന ദേവികയാണ് മറുപടി പറഞ്ഞത്. എല്ലാത്തിനും കാരണം ഈശ്വറാണ് എന്നും തന്നെ അവൻ നിർബന്ധിച്ചതാണെന്നും ഞാനന്ന് തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നും അതിനുവേണ്ടി പുറത്തേക്ക് ഓടാൻ പോയപ്പോഴാണ് ലക്ഷ്മി എറിഞ്ഞു വീഴ്ത്തിയത് എന്നും ഒക്കെയായിരുന്നു അവന്റെ വാദങ്ങൾ. അത് കേട്ട് സന്ദീപ് ചിരിച്ചു. നാടകത്തിന് ഒരു വേദി കിട്ടിയാൽ അവൻ സ്റ്റേജിൽ തകർക്കും അല്ലേ? സന്ദീപ് ചോദിച്ചതും പിന്നല്ലാതെ, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ മുന്നിൽ അവന്റെ പെർഫോമൻസ്, ദേവിക പറഞ്ഞു. എല്ലാം കേട്ടിട്ട് അവർക്ക് ദേഷ്യമുണ്ടായിരുന്നു, എങ്കിലും അവരത് പുറത്ത് കാണിച്ചില്ല. ഇനിയും അവൻ പല രീതിയിൽ നിങ്ങളുടെ മുന്നിൽ വരും, പക്ഷേ അവന് സംശയം തോന്നരുത്. തോന്നിയാൽ അവൻ കടുങ്കൈ എന്തെങ്കിലും പ്രയോഗിക്കും. അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല. അവന്റെ അടുത്ത നീക്കം വലുതായിരിക്കും. അതുകൊണ്ട് നമ്മളൊന്നും അറിഞ്ഞില്ലെന്ന പോലെ തന്നെ പെരുമാറണം. അതെ, ശരത്തും അത് ശരിവെച്ചതുപോലെ പറഞ്ഞു. ദേവർ മഠത്തിൽ ഹരി വീണ്ടും ഫോൺ കയ്യിൽ പിടിച്ച് ആലോചനയിൽ
അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. ഈശ്വറിനെ കുറിച്ച് പറഞ്ഞത് മുഴുവൻ കള്ളമല്ല, പക്ഷെ സത്യവുമല്ല. ഈശ്വർ ഒരു ചെറിയ ഭാഗം മാത്രം, ബാക്കി മുഴുവനും തന്റെ പ്ലാനിംഗ് ആയിരുന്നു. അവൻ അതോർത്ത് ചിരിച്ചു. ആ രാത്രി ലക്ഷ്മി ഉറങ്ങാൻ പോയപ്പോൾ ദേവിക അവളോട്, നിനക്ക് അവനെ കണ്ടപ്പോ ഭയമായോ? ദേവിക ചോദിച്ചു. അത് കേട്ട് ലക്ഷ്മി ചെറുതായി ചിരിച്ചു. ഇല്ല, പക്ഷേ അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയാത്തതിന്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു ടെൻഷൻ മാത്രം. ദേവർ മഠത്തിൽ ഹരിയുടെ മുറിയിൽ വെളിച്ചം കെടുത്തിരുന്നെങ്കിലും ഹരിയുടെ കണ്ണുകളിൽ ഉറക്കം വന്നില്ല. സ്റ്റെപ്പ് 1 ഡൺ. ആ മെസ്സേജ് അയച്ചതും ഒരു സാധാരണ സുഹൃത്തിനല്ല, പഴയ ബന്ധം. ലഹരി ഇടപാടുകളുടെ ദിവസങ്ങളിൽ ഒപ്പം നിന്ന 2 പേർ, പണം കൊടുത്താൽ എന്തും ചെയ്യുന്നവർ. അവന്റെ തലയിൽ ഇപ്പോൾ ഒരു ചിന്ത മാത്രം, അവളെ ഇവിടുന്ന് മാറ്റണം. ലക്ഷ്മി നേരിട്ട് പിടിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. വീട്ടിൽ എല്ലായ്പ്പോഴും ആളുകളുണ്ട്. അത് 2 വീടാണെങ്കിലും ഒറ്റ വീട് പോലെയാണ്. പുറത്തേക്ക് പോകുമ്പോൾ ആരെങ്കിലും കൂടെ എപ്പോഴും കാണും. ഹരി മനസ്സിൽ കണക്കുകൂട്ടലുകൾ നടത്തി. ഇവിടെ ബലമല്ല പ്രയോഗിക്കേണ്ടത്, ബുദ്ധിയാണ് എന്ന് അവന് അറിയാമായിരുന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റോറി അവസാനിക്കാനായിട്ടുണ്ട്. ക്ലൈമാക്സിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.